ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം മഹാസ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം ശ്ലോകം 3. ഹ്രീങ്കാരോ ഹ്രീമനാഹൃഷ്ടോ ഹിരണ്യം ഹേമസംഭവ ഹുതാശോ ഹുതനിഷ്പന്നോ ഹൂങ്കാരാകൃതി സുപ്രഭ. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം 33-ാമത്തെ ശ്ലോകത്തിൽ 8 ദിവ്യനാമങ്ങളാൽ അയ്യപ്പസ്വാമിയെ നമസ്കരിച്ചിരിക്കുന്നു. ആ നാമങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. ഹ്രീങ്കാര, ഹ്രീം എന്ന ബീജാക്ഷരയുക്തനായ ദേവൻ. ഹ്രീം മന, ഹ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ മനസ്സ്, അതായത് കാതൽ അഥവാ തത്വമായിട്ടുള്ള ദേവൻ. ഹൃഷ്ട, ഹർഷപൂരിതൻ ആയിട്ടുള്ള ദേവൻ അഥവാ സന്തോഷപൂർണനായിട്ടുള്ള ദേവൻ. ഹിരണ്യ, പരിശുദ്ധമായ സ്വർണം പോലെ ഉള്ള ദേവൻ അഥവാ ശാശ്വതനായിട്ടുള്ള ദേവൻ. ഹേമസംഭവ, ഹേമന്തകാലത്ത് അവതരിച്ച ദേവൻ. ഹേമന്തകാലത്താണല്ലോ ഭഗവാന്റെ അവതാരം. ഇതുകൂടാതെ ശിവവീര്യത്തിൽ നിന്നും സംഭവിച്ച ദേവൻ എന്നും അർത്ഥം. ഹുതാശ, ആശകളെല്ലാം ഹോമിക്കപ്പെട്ട ദേവൻ, അതായത് ആശകളൊന്നുമില്ലാതെ സന്യാസഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂർത്തി അഥവാ അഗ്നിസ്വരൂപനായിട്ടുള്ള മൂർത്തി എന്ന് അർത്ഥം. ഹുതനിഷ്പന്ന, ഹുതൻ എന്ന പദത്തിന് മഹാദേവൻ എന്ന് അർത്ഥം. മഹാദേവനിൽ നിന്നും ഉണ്ടായ ദേവൻ. ഹൂങ്കാരാകൃതി സുപ്രഭ, ആകൃതി പൂണ്ട സന്ദേഹമാകുന്ന ഇരുട്ട് നീക്കി പ്രകാശം പരത്തുന്നവൻ, അതായത് സംശയമെല്ലാം തീർക്കുന്ന ദേവൻ. അധ്യാത്മഗുരുവാണല്ലോ ശ്രീ ധർമ്മശാസ്താവ്. അതുകൊണ്ട് സംശയം പരിഹരിക്കുവാൻ കുശലനായിട്ടുള്ള ദേവനാകുന്നു. നാമാവലി. ഓം ഹ്രീങ്കാരായ നമഃ. ഓം ഹ്രീമനായ നമഃ. ഓം ഹൃഷ്ടായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം ഹേമസംഭവായ നമഃ. ഓം ഹുതാശായ നമഃ. ഓം ഹുതനിഷ്പന്നായ നമഃ. ഓം ഹൂങ്കാരാകൃതി സുപ്രഭായ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി സമർപ്പയാമി. ശ്ലോകം 34. ഹവ്യവാഹോ ഹവ്യകരച്ഛാട്ടഹാസോപരാഹത അണുരൂപോ രൂപകരശ്ചാജരോ അതനുരൂപക. 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ 8 നാമങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവയുടെ അർത്ഥം. ഹവ്യവാഹ, ഉരുക്കിയെടുത്ത നെയ്യ് പ്രിയമുള്ള ദേവൻ. ശ്രീ ധർമ്മശാസ്താവിന് നെയ്യഭിഷേകമാണല്ലോ പ്രാധാന്യം. ഹവ്യകര, നിവേദ്യത്തിനുള്ള അന്നം കൂടാതെ എല്ലാ പദാർത്ഥങ്ങളെയും സൃഷ്ടിക്കുന്ന ദേവൻ. അട്ടഹാസ, പൊട്ടിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള ദേവൻ. അട്ടഹാസത്തോടുകൂടിയുള്ള ശരണം വിളിയാണല്ലോ ഭഗവാന് പ്രിയം. അതുകൊണ്ട് ഭഗവാന് അട്ടഹാസ എന്ന് നാമം. അപരാഹത, അസത്യത്തെ നശിപ്പിക്കുന്ന ദേവൻ അഥവാ ലൗകിക വിദ്യകളെ അടിച്ചമർത്തി മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്ന ദേവൻ.
അണുരൂപ, പരമാണുസ്വരൂപിയായി ഏറ്റവും ചെറുതായി ശൂന്യമെന്ന് പറയാവുന്ന അവസ്ഥയിൽ കുടികൊള്ളുന്ന ദേവൻ. അണോരണീയാൻ എന്ന വിശേഷണം ഓർക്കുക. രൂപകര, വിഗ്രഹം, വടിവ്, അഴക്, സ്വഭാവം മുതലായവ നൽകുന്ന ദേവൻ. വിഗ്രഹം, ആകൃതി എന്ന അർത്ഥത്തിൽ എടുക്കണം. അജര, ജര എന്ന അവസ്ഥാഭേദമില്ലാത്ത ദേവൻ. ശ്രീ ധർമ്മശാസ്താവിന് വാർദ്ധക്യമില്ലാത്തതിനാൽ ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഭഗവാന് അജരൻ എന്ന നാമം. അതനുരൂപക, തനു അല്ലാത്ത രൂപമുള്ള ദേവൻ. മുമ്പ് അണോരണീയാൻ എന്ന് പറഞ്ഞുവല്ലോ, അതുപോലെ ഇവിടെ മഹതോ മഹീയാൻ എന്ന വിരാട് പുരുഷ രൂപത്തെയാണ് അതനുരൂപക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാമാവലി. ഓം ഹവ്യവാഹായ നമഃ. ഓം ഹവ്യകരായ നമഃ. ഓം അട്ടഹാസായ നമഃ. ഓം അപരാഹതായ നമഃ. ഓം അണുരൂപായ നമഃ. ഓം രൂപകരായ നമഃ. ഓം അജരായ നമഃ. ഓം അതനുരൂപകായ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി ഭക്തിപൂർവം സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.